എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ പ്രതിഫലത്തിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. Forgetting what is behind and straining toward what is ahead, I press on toward the goal to win the prize for which God has called me heavenward in Christ Jesus. പൗലോസ് അപ്പോസ്തലൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമായുടെ കാരാഗ്രഹത്തിൽ കിടന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണിത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏകദേശമൊക്കെ അവസാന കാലഘട്ടവുമായി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആ വാക്യത്തിന് തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, ഞാൻ പിടിച്ചുവെന്ന് നിരൂപിക്കുന്നില്ല, ദ റേസ് ഈസ് സ്റ്റിൽ ഓൺ. പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ പ്രതിഫലത്തിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. 2025 വർഷത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 5 ദിവസത്തോടെ ഉള്ളൂ. ദ ജാനസ് മൊമെന്റ് ഈസ് ഹിയർ. റോമൻ ദേവതയായ ജാനസ്, അതിൽ നിന്നാണ് ജനുവരി എന്ന മാസത്തിന്റെ പേര് കിട്ടിയത്. ജാനസിനൊരു പ്രത്യേകതയുണ്ട്. 2 തലയാണ്, മുമ്പിലും ഒന്നുണ്ട്, പുറകിലും ഉണ്ട്. അപ്പോൾ മുൻപോട്ടും നോക്കാം, പുറകോട്ടും നോക്കാം. അതിൽ നിന്നാണ് ജാനുവരി എന്ന മാസം ഇംഗ്ലീഷ് കലണ്ടറിൽ എടുത്തത്. അതുകൊണ്ട് പാസ്റ്റ് വാസ് ഗ്രേറ്റ്, നോ ഡൗട്ട്, ആൻഡ് ഫ്യൂച്ചർ വിൽ ബി ഗ്ലോറിയസ്. നൗ ഈസ് ദ മൊമെന്റ്. ഇതാകുന്നു സുപ്രസാദ കാലം. എന്തെങ്കിലും ചെയ്യുവാൻ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ നിമിഷമാണ്. 2025 ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നാം ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പിമ്പിലുള്ളതിനെ മറന്നു എന്ന് പറയുമ്പോഴും പിമ്പിലുള്ളതിൽ നിന്നും പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി പാഠങ്ങൾ പഠിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പിൻപിലുള്ളതിനെ പൂർണ്ണമായിട്ടും മറക്കുകയല്ല, അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുകയാണ്. ഒരു ചെറിയ അസൈൻമെന്റ് തരട്ടെ. ഈ ഒരു വചന ശുശ്രൂഷയ്ക്ക് ഒരു ആധ്യാത്മിക മാനവ ഒരല്പം കുറയുമെന്നൊരു പരാതി വരുവാൻ സാധ്യതയുണ്ട്. ഇതൊരു ഇയർ എൻഡ് ഒരു സന്ദേശം പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ചെറിയ കുറിപ്പൊക്കെ തയ്യാറാക്കാം ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട്. ഈ കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായിരുന്നു? ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഈ ഏകദേശം 360 ദിവസങ്ങൾ കഴിയുമ്പോൾ how was this year for me? 10-ൽ എത്ര മാർക്ക് എനിക്ക് കൊടുക്കാനൊക്കും? ഇതാരോടും പറയുമൊന്നും വേണ്ട. വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ വിലയിരുത്തണം. ബി ട്രൂത്ത്ഫുൾ ബിഫോർ ഗോഡ് ആൻഡ് ബി ട്രൂത്ത്ഫുൾ ടു വൺസെൽഫ്. അതിനുള്ള ഒരു നിമിഷമാണ്. അതിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? ഞാൻ ഈ പ്രസംഗ മത്സരത്തിനും ഉപന്യാസ മത്സരത്തിനും ഒക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഈ മാനദണ്ഡങ്ങൾ വെച്ചാണ് നിങ്ങൾ മാർക്കിടേണ്ടത്. നമുക്ക് ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് ചാൾസ് ഡിക്കൻസ് എഴുതിയ എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന പുസ്തകം തുടങ്ങുന്ന ഏതാനും വാചകങ്ങൾ തന്നെ ആക്കാം ഇതിന്റെ മാനദണ്ഡം. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഓഫ് ടൈംസ്. ഏറ്റവും മികച്ച കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 360 ദിവസം. ഡയറിക്കകത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച 5 നിമിഷങ്ങൾ. ചെറുപ്പക്കാർക്കൊക്കെ ഒരു ജോലി കിട്ടിയതാകാം. 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഹൈ ഡിസ്റ്റിങ്ഷനോടുകൂടി 95+ ഓർ 98+ മാർക്കോടെ പാസ്സായതാകാം. പ്രായമായ ആൾക്കാർക്കൊക്കെ കൊച്ചുമക്കൾ ഉണ്ടായതാകാം, അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടിയതാകാം. ദ ബെസ്റ്റ് 5 moments ഒന്ന് എഴുതി വെക്കുക. ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഓഫ് ടൈംസ്. ജീവിതം എല്ലാവർക്കും എപ്പോഴും മഹത്വത്തിന്റെ മാത്രമായിരിക്കത്തില്ല. മോശം നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രോഗം പിടിപെട്ടതാകാം, അപകടം ഉണ്ടായതാകാം, ദുഃഖത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എഴുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതാരെയും കാണിക്കേണ്ട കാര്യമില്ല. ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ഡീലാണ്. ദിസ് ഡീൽ ഈസ് വിത്ത് ഗോഡ്. Me and my God.
best of times, worst of times. It was the age of wisdom. It was the age of foolishness. ഉന്നതമായ ബുദ്ധിയുടെ, വിവേകത്തിന്റെ, പരിജ്ഞാനത്തിന്റെ ഉജ്ജ്വല നിമിഷങ്ങളായിരുന്നു. ഏജ് ഓഫ് വിസ്ഡം. എഴുത് 5 പോയിന്റ്സ്. 5 എഴുതണം നിർബന്ധമില്ല. 1 ഉള്ളെങ്കിൽ 1 എഴുതുക. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് വേണ്ട, കുഴപ്പമില്ല. നമ്മളുടെ ദൈവിക പരിജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തത്, ചില പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയൊക്കെ തരണം ചെയ്ത നിമിഷങ്ങൾ രഹസ്യമായിട്ട് കുറിച്ചു വെക്കുക. ഇറ്റ് വാസ് ദ ഏജ് ഓഫ് ഫൂളിഷ്നെസ്. കാണിച്ച വലിയ വിഡ്ഢിത്തരങ്ങൾ ഈ കഴിഞ്ഞ വർഷം എല്ലാവരും കാണിച്ചിട്ടുണ്ട്. എനിക്ക് അമ്പാണം എഴുതാനുണ്ട്. കാണിച്ച വലിയ വിഡ്ഢിത്തരങ്ങൾ എഴുതി വെക്കുക, ആരും കാണാതെ. ഇറ്റ് വാസ് ദ ഇപ്പോക്ക് ഓഫ് ബിലീഫ്. ഇറ്റ് വാസ് ദ ഇപ്പോക്ക് ഓഫ് ഇൻക്രെഡിലിറ്റി. വിശ്വസ്തതയുടെ ഒരു യുഗമായിരുന്നു അത്. കഴിഞ്ഞ 360 ദിവസങ്ങളിൽ നമ്മോട് കൂടെ ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ, ഓണസ്റ്റ്. നമ്മുടെ കൂടെ നമ്മുടെ ചങ്കായിട്ട് നിന്ന സുഹൃത്തുക്കളെ മറന്നു കളയില്ലേ? എന്തൊക്കെ പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും നിന്നെ ഞാൻ കൈവിടില്ല, നിന്റെ കൈ പിടിച്ച് ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ വിശ്വസ്തത നാം ഈ 360 ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. എഴുതി വെക്കുക. 2, 3, 4, 5, 10 എഴുതാമെങ്കിൽ. ഇറ്റ് വാസ് ദ ഇപ്പോക്ക് ഓഫ് ഇൻക്രെഡിലിറ്റി. അവിശ്വസ്തതയുടെ ഒരു യുഗമായിരുന്നു. കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ, നമ്മുടെ ചങ്കായിട്ട് ചേർന്ന് നിൽക്കുമെന്ന് നാം കരുതിയവർ നമ്മെ നിഷ്കരുണം തള്ളിപ്പറഞ്ഞ എത്രയോ നിമിഷങ്ങൾ. എഴുതി വെക്കുക. ആരോടും പകരം ചോദിക്കാനൊന്നുമല്ല. പ്രതികാരം ദൈവത്തിനുള്ളത്. അതും അതിന്റെ ആവശ്യമില്ല. കർത്താവ് നമ്മെ സ്നേഹിക്കാൻ മാത്രമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ദ സീസൺ ഓഫ് ലൈറ്റ്. ഇറ്റ് വാസ് ദ സീസൺ ഓഫ് ഡാർക്ക്നെസ്. പ്രകാശത്തിന്റെ ഒരു കാലമായിരുന്നു, അന്ധകാരത്തിന്റെയും കാലം. എഴുതി വെക്കുക. പ്രകാശത്തിന്റെ അനുഭവങ്ങൾ, വെളിച്ചത്തിന്റെ അനുഭവങ്ങൾ. ഞാൻ മറ്റുള്ളവർക്ക് വെളിച്ചമായ അനുഭവങ്ങൾ, ഞാൻ മറ്റുള്ളവർക്ക് അന്ധകാരമായ അനുഭവങ്ങൾ. ഇറ്റ് വാസ് ദ സ്പ്രിംഗ് ഓഫ് ഹോപ്പ്. ഇറ്റ് വാസ് ദ വിന്റർ ഓഫ് ഡെസ്പെയർ. വസന്തമായിരുന്നു. സ്പ്രിംഗ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നിമിഷങ്ങൾ. വിന്റർ ഓഫ് ഡെസ്പെയർ, നൈരാശ്യത്തിന്റെ നിമിഷങ്ങൾ. അതുകൊണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് എ സെൽഫ് ഇവാലുവേഷൻ, റെട്രോസ്പെക്ഷൻ, പുറകോട്ട് തിരിഞ്ഞു നോക്കുക, ഇൻട്രോസ്പെക്ഷൻ, അകത്തോട്ട് നോക്കുക. തെറ്റുകളൊക്കെ പറ്റിയെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. എല്ലാ മനുഷ്യരും ഒന്നും അങ്ങ് വലിയ പെർഫെക്റ്റ് ആൾക്കാരൊന്നുമല്ല. സോ 2026 ഈസ് ഹിയർ. കേവലം 5 ദിവസങ്ങൾ കൂടി മാത്രം. ദിസ് ഈസ് എ മൊമെന്റ് ഓഫ് ഡെഡിക്കേഷൻ. ഒരു പുതിയ ആരംഭം. പിന്നിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ പ്രതിഫലത്തിനായി മുമ്പോട്ട് പോവുകയാണ്. 1 വർഷം കൂടെ ദൈവം അനുവദിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അയ്യോ, ഇവൻ ഫലം കായ്ക്കുന്നില്ലല്ലോ, ഇത് വെട്ടിക്കളഞ്ഞേക്കട്ടെ, വെറുതെ നിലത്തെ പാഴാക്കുന്നു. ഇല്ല, യജമാനെ 1 വർഷം കൂടെ അവൻ നിൽക്കട്ടെ, അവൻ കായ്ച്ചാലോ, അത് കായ്ച്ചാലോ. ആ 1 വർഷം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ഈ ആത്മീയതയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കോൺഗ്രിഗേഷനിൽ പോവുകയാണ്, ഒരു ആരാധനയ്ക്ക് പോവുകയാണ്, ഒരു വർഷിപ്പ് കമ്മ്യൂണിറ്റി പോവുകയാണ്, ഒരു ദേവാലയത്തിൽ പോവുകയാണ്. വി ആർ ഓൾവേസ് അറ്റ് ദ റിസീവിങ് എൻഡ്. ഓഫ് കോഴ്സ് പ്രതിവാക്യങ്ങൾ പറയുന്നുണ്ട്, ഇടയ്ക്ക് സ്തോത്രം പറയുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും കുറെ കഴിയുമ്പോൾ ആത്മീയതയ്ക്കൊരു വലിയ ഊർജമുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലാണ് ആ ഊർജം കൂടുതൽ, കുട്ടികളിലും. ആ ഊർജത്തെ കൃത്യമായിട്ട് ചാനലൈസ് ചെയ്യണം, ടാപ്പ് ചെയ്യണം. അതാണ് അർത്ഥവത്തായ ആത്മീയത എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് എനർജി. ദാറ്റ് ക്രിയേറ്റീവ് എനർജി ഈസ് ഗിവൺ ടു ഈച്ച് ഇൻഡിവിജ്വൽ ബൈ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിയാത്മകതയുടെ ആത്മാവാണ്. വളരെ ലളിതമായ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളും ഒക്കെയായി ഒന്ന് സെറ്റിൽഡായി. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു. നത്തിങ് എൻഡ്സ് as long as God lives.
പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടന്നാണ് ഇത് എഴുതുന്നത്. മുന്നിലേക്കുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ അറിയാം ഏകദേശമൊക്കെ മരണമായിരിക്കും, എൻ്റെ നിര്യാണകാലം വരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാനൊരു പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോവുകയാണ്. എന്നിട്ടും സെയിന്റ് പോൾ വാസ് ഹോപ്പ്ഫുൾ അബൌട്ട് ദ ഫ്യൂച്ചർ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ചെറുപ്പകാലത്തൊക്കെ 10 വയസ്സുള്ളപ്പോൾ, 12 വയസ്സുള്ളപ്പോൾ, 15 വയസ്സുള്ളപ്പോഴൊക്കെ നമ്മൾ കണ്ട ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഈയിടെ കായംകുളത്തുള്ള മീര സെൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, 50 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അത്ര വലിയ ഉന്നത വിദ്യാഭ്യാസം ഒന്നുമില്ല, വലിയ കഴിവുകളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു വീട്ടമ്മ. അവര് ഒരു നോവൽ അങ്ങ് എഴുതി, എന്നും നിനക്കായി. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു മാഡമാണ്, അതുകൊണ്ട് ഞാനത് വായിച്ചു. വലിയ മലയാള സാഹിത്യത്തെ മാറ്റിമറിക്കുന്ന വലിയ വിപ്ലവാത്മകമായ നോവലൊന്നുമല്ല. എന്നാൽ ആ പുസ്തകത്തിന്റെ ആദ്യം ആ സ്ത്രീ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒത്തിരി വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ആ സ്ത്രീയെ ശരിക്കും അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സാധാരണ വീട്ടമ്മയായിട്ട് 2 പെൺമക്കളുടെ കാര്യവും എല്ലാം നോക്കി, ഭർത്താവിന്റെ കാര്യവും ഒക്കെ നോക്കി ഒതുങ്ങിക്കൂടേണ്ട ഒരു വീട്ടമ്മ ഇതാ മലയാള സാഹിത്യത്തിന് നിത്യതയിലേക്ക് ഒരു സംഭാവന കൊടുത്തിരിക്കുന്നു, എന്നും നിനക്കായി എന്നുള്ള നോവൽ. അതുകൊണ്ട് എല്ലാവർക്കും എഴുതാൻ താല്പര്യമുള്ളവർ എഴുതുക. ഡയറി എഴുത്ത് പഴയ ഒരു നല്ലൊരു ശീലമായിരുന്നു. ഓരോ ദിവസവും നടന്ന കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഇത് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതണം, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് കൂടും. ഇന്ന് നടന്ന കാര്യങ്ങൾ രാത്രിയിൽ എഴുതണം, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുതണം. അപ്പം ബ്രെയിനിന്റെ ഒരു റിവേഴ്സ് മെമ്മറി ടെക്നിക്കും ഉണ്ട്, അത് ബ്രെയിനിനും എഫക്റ്റീവാണ്. വളരെ ചുരുക്കമായിട്ട് എഴുതുക. ഇതൊക്കെ നിങ്ങൾ ഭാവിയിൽ ഒരു 10-70 വയസ്സൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇരുന്ന് വായിക്കുന്നതുകൊണ്ട് ജീവിതത്തിന് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയും. ശരിക്കും ഈ വാർദ്ധക്യ കാലം പലർക്കും അങ്ങ് സഹിക്കാനൊക്കാത്ത ഏകാന്തതയൊക്കെ വരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. വാർദ്ധക്യകാലത്ത് നമുക്ക് കോടികളൊന്നുമല്ല വേണ്ടത്, വലിയ ബംഗ്ലാവോ കാറോ ഒന്നുമല്ല വേണ്ടത്, നല്ല നല്ല ഓർമ്മകൾ. മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, ആ ഓർമ്മകൾക്കായുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കോളൂ. കവിത എഴുതുവാൻ താല്പര്യമുള്ളവർ എഴുതുക, പാട്ട് എഴുതുവാൻ താല്പര്യമുള്ളവർ എഴുതുക. നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ പാഷൻ, എനിത്തിങ് ദാറ്റ് ഈസ് ക്രിയേറ്റീവ്. നോ ലോങ്ങർ വി ആർ പാസീവ് ലിസണേഴ്സ്. കോൺഗ്രിഗേഷനൊക്കെ വേണം. അതുകൊണ്ട് സഭാ നേതൃത്വം നൽകുന്നവരും ആത്മീയ നേതൃത്വം നൽകുന്നവരും ഒക്കെ ഇടവക ജനങ്ങൾക്കൊക്കെ ഒരു നല്ല പങ്കാളിത്തം കൊടുക്കണം. അവരെ ക്രിയേറ്റീവ് പാർട്ടിസിപ്പൻസ്, കോ വർക്കേഴ്സ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഗോഡ് ആണ്. അതിലേക്ക് അങ്ങ് പോവുകയാണ്. And my dear beloved students and youngsters, reorient your life, set sublime targets, aim perfection. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ സമ്പൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർത്തിക്കായി യത്നിക്കുവിൻ. യേശുക്രിസ്തു പറഞ്ഞതാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ റുട്ടീൻസ്, ഇതൊക്കെ നല്ല ഒരു ജോലി, നല്ല മഹത്വകരമായ ഒരു ജോലി, കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ ധാരാളം സേവനം ചെയ്യുവാൻ പറ്റിയ നല്ല അധികാരമുള്ള ജോലികളൊക്കെ കൊച്ചുകുട്ടികൾ അതിനുവേണ്ടി ഉന്നം വെച്ച് പഠിക്കണം. ഇന്റഗ്രിറ്റി ഓഫ് യുവർ ക്യാരക്ടർ ഈസ് യുവർ ഹയസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ജീവിതത്തിൽ എവിടെ ചെന്നാലും നിങ്ങളുടെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത, ഇന്റഗ്രിറ്റി, ദാറ്റ് മാറ്റേഴ്സ്. സ്മോൾ എയിം ഈസ് എ ക്രൈം. സോ മുന്നിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ ചെറുപ്പക്കാരെ, കുഞ്ഞുമക്കളെ, പുതിയ ഒരു വർഷം 2026 നമുക്ക് സ്വാഗതം ചെയ്യാം. പേഴ്സണലി സ്പീക്കിംഗ്, ദ UCF മൊമെന്റ്, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന ഈ സംഘടനയിൽ ഏപ്രിൽ മാസം മുതൽ എനിക്ക് ഒരവസരം കിട്ടി. അതെൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ 2025 ഏറ്റവും മഹത്തരമായ ഒരു തീരുമാനമായിരുന്നു, ഒരു നിമിഷമായിരുന്നു. അത് ദൈവനിയോഗം പോലെ എനിക്ക് കിട്ടി. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പുതിയ വചനശ്രൂഷ. അങ്ങ് വലിയ മാസ്റ്റർ ഇൻ തിയോളജി ഒന്നുമല്ല, തിയോളജി ഒന്നും ഫോർമലായിട്ട് പഠിച്ചിട്ട് പോലുമില്ല, അങ്ങ് വലിയ ആളൊന്നുമല്ല. എന്നാൽ വളഞ്ഞ ഓടയെ ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്ത, പുകയുന്ന തിരിയെ കെടുത്താത്ത കർത്താവായ ദൈവം തമ്പുരാന്റെ ആ വലിയ കാരുണ്യം കൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ കഴിഞ്ഞ ഒരു 9 മാസമായിട്ട് മാസം 4 പ്രസംഗങ്ങൾ അല്ലെ 5 പ്രസംഗങ്ങൾ വെച്ച് ചെയ്യുവാനുള്ള വലിയൊരു അനുഗ്രഹം എനിക്കും കിട്ടി. ഇവിടുത്തെ നമ്മുടെ കൺവീനറായ അനി ഇലഞ്ഞിക്കൽ സാറിൻ്റെ ശക്തമായ സപ്പോർട്ടുണ്ട്, പ്രോത്സാഹനമുണ്ട്. മറിയാമ്മ ആൻറ്റിയുടെ ശക്തമായ പ്രോത്സാഹനമുണ്ട്, സപ്പോർട്ടുണ്ട്. വേറെ പല സുഹൃത്തുക്കളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സജഷൻസ് ചെയ്യുന്നുണ്ട്. കവിയിലുള്ള പ്രിയ സുഹൃത്ത് കുര്യൻ
എല്ലാ വെള്ളിയാഴ്ചയും പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്യുക, അല്ലെ മെസ്സേജ് അയച്ച് കുര്യൻ്റെ മകള് വരെ ഇതിനകത്ത് ക്രിയേറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദിയൊക്കെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അല്പം വൈകാരിക നിമിഷങ്ങളൊക്കെയാണിത്. മുന്നോട്ട് തന്നെ യാത്ര പോകട്ടെ. ഹു ഈസ് യുവർ മാസ്റ്റർ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചോളം ഈ ലോകത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഇനിയും ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല. മുന്നോട്ട് പോകുന്ന ക്രിസ്തുവേശുവിൽ ലഭിക്കുന്ന ദൈവത്തിന്റെ പരമവിളിയുടെ പ്രതിഫലത്തിനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോകുന്നത്. ജീസസ് ഈസ് മൈ മാസ്റ്റർ. ഈയിടെ ഇറങ്ങിയ എക്കോ എന്ന മലയാളം സിനിമ വളരെ ശ്രദ്ധേയമാണ്. അതിന്റെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുറെ നായ്ക്കളുടെ കഥയാണ്, ഡോഗ്സ്. ആൻഡ് ദീസ് ഡോഗ്സ് വെയർ ട്രെയിൻഡ് ബൈ എ മാസ്റ്റർ. ആ മാസ്റ്റർ ഈ നായ്ക്കളോട് കൂടെ വർഷങ്ങളായിട്ടില്ല, അവരുടെ മേൽ യാതൊരു സ്വാധീനവും ഇല്ല. എന്നിട്ടും ഇതുങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതിൽ നിന്നും അണുവിട മാറാതെ അതനുസരിക്കുന്നുണ്ട്. അതതിൻ്റെ യജമാനത്തിയെ സംരക്ഷിക്കുന്നുണ്ട്. അത് കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഹൂ ഈസ് യുവർ മാസ്റ്റർ? കാൽവറിയിൽ നസറേയനായ യേശു ചൊരിഞ്ഞ രക്തത്തിൽ ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അതിൽ കഴുകപ്പെട്ടു എന്ന് അഭിമാനപൂർവം പറയുന്നത്. മൈ ബോസ് ഈസ് എ ജൂവിഷ് കാർപ്പൻ്റർ എന്നൊക്കെ കാറയിൽ എഴുതി വെക്കുമ്പോൾ നമ്മളുടെ ഓരോ നിമിഷവും യു ആർ ദ ഫിഫ്ത്ത് ഗോസ്പൽ, യു ആർ ദ ലിവിങ് ഗോസ്പൽ, ഐ ആം ദ ഗോസ്പൽ. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ ഇൻട്രാക്ഷൻ മറ്റുള്ളവരുമായിട്ട് ഞാൻ പെരുമാറുമ്പോൾ ഞാൻ ആ മാസ്റ്റർ ജീസസിന്റെ കൺട്രോളിലാണ്. ഓ, ഹി ഒബേയ്സ് ജീസസ് എന്ന് മറ്റുള്ളവർ പറയുമോ? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദിസ് ഈസ് ഇറ്റ്, ദ മൊമെന്റ് ഓഫ് മെഡിറ്റേഷൻ. തിരിഞ്ഞു നോക്കുക, 10-1 മാർക്കിട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പിടിച്ചോ നിരൂപിക്കുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് വലിയ മാർക്കൊന്നുമില്ല. എന്നാൽ അതേ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം വളരെ ശ്രദ്ധേയമാണ്. ആദ്യം പറയുന്നതുകൊണ്ട് ഞാൻ അപ്പോസ്തലൻ എന്നുള്ള പേര് വിളിക്കപ്പെടുവാൻ പോലും യോഗ്യനല്ല, അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. എന്നാൽ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്ക് ജീവകിരീടം തരും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. ജീവനും ശക്തിയും സ്നേഹം തന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ബീയിങ് വിത്ത് ദ മാസ്റ്റർ, മൈൽസ് ടു ഗോ. 2026 നാം കാലെടുത്ത് വെക്കുകയാണ്. ഒരു ജീവിതത്തിനൊരു നല്ല ക്രമീകരണങ്ങൾ, ഒരു പുതിയ ടൈം ടേബിൾ, യന്ത്രങ്ങളുടെ ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ പിടിയിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ഞാനും അതിൻ്റെ ഇൻഫ്ലുവൻസിലാന്ന് ദുഃഖത്തോടു കൂടി തന്നെ പറയുകയാണ്. യജമാനൻ്റെ ആനന്ദത്തിനായി നമുക്ക് മുമ്പോട്ട് പോകാം. സമൃദ്ധിയായ ജീവൻ ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ പ്രതിഫലത്തിനായി സമൃദ്ധിയായ ജീവനിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് us make a new beginning. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ, എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല, എന്നുള്ളിലെന്നും വസിച്ചിടുവ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്ക. ശബ്ദപ്രകടനങ്ങളൊക്കെ കുറയട്ടെ. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം, ദൈവത്തിലേക്ക് നോക്കാം. കുഞ്ഞാട് സ്വർഗത്തിൽ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മൗനമാണ് ഉണ്ടായത്. സൈലൻസ് ഈസ് ദ അൾട്ടിമേറ്റ് മെഡിറ്റേഷൻ. ആരാധനയുടെ, സ്വർഗത്തിലെ ആരാധനയുടെ ഏറ്റവും സബ്ലൈം ഫോം ആരാധനയാണ്. ശബ്ദങ്ങളൊക്കെ കുറയ്ക്കാം, ബാഹ്യ പ്രകടനങ്ങളൊക്കെ കുറയ്ക്കാം. ആത്മാവിനോടുകൂടെ പരിശുദ്ധാത്മാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു,
പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ പ്രതിഫലത്തിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ആമീൻ. എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു.